ക്ലീൻ ചെയ്ത് പോവുകയാണ്. ഓൾ ഇന്ത്യ നവോദയൻ വെൽഫെയർ സൊസൈറ്റിയുടെ ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊല്ലം ബീച്ച് ശുചീകരണവും അതിനോടൊപ്പം തന്നെ 2 പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകളും ബയോ അല്ലാതെ മാലിന്യങ്ങൾ സ്വീകരിക്കാൻ പ്ലാസ്റ്റിക് കവറുകൾ സ്വീകരിക്കാവുന്നതിനും ഫുഡ് വേസ്റ്റ് സ്വീകരിക്കാവുന്നതിനുള്ള 2 സംവിധാനങ്ങളും കൂടി ഇവിടെ കൊല്ലം കോർപ്പറേഷന് കൈമാറുകയാണ്. അതിൽ നമ്മളോട് സഹകരിച്ച് കൊല്ലം നവോദയ അലുമിനി അസോസിയേഷനും അതോടൊപ്പം ഓൾ കേരളത്തിലെ എല്ലാ നവോദയയിലുള്ള ആളുകളും ഇവിടെ ഭാഗവാക്കായിട്ട് ഇന്നലെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ഡെപ്യൂട്ടി മേയർ ശ്രീ ആദരണീയനായ ഡെപ്യൂട്ടി മേയർ ശ്രീ ജയൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ സാബു സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിലെ ജീവനക്കാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മുടെ ഈ സാധനം ഏറ്റുവാങ്ങുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാനും നമ്മുടെ ക്ലീനിങ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ആദരണീയനായ ഡെപ്യൂട്ടി മേയർ ശ്രീ ജയൻ സാറെ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട നമ്മുടെ ആൾ ഇന്ത്യ നവോദയ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ അനീഷ്, മറ്റ് നവോദയയുടെ ഈ അസോസിയേഷൻ്റെ വെൽഫെയർ സൊസൈറ്റിയുടെ അംഗങ്ങൾ, നമ്മുടെ കോർപ്പറേഷൻ്റെ HIC സാബു, മറ്റ് JHമാർ, മറ്റ് ബഹുമാനിനി, നമുക്കറിയാം ഇന്ന് കോർപ്പറേഷനിലല്ലേ നമ്മുടെ രാജ്യത്താകമാനം ഈ സ്വച്ഛതാ സേവയുടെ ഭാഗമായി ജനകീയ പങ്കാളിത്തമുള്ള ഇതുപോലെയുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമ്മൾ കോർപ്പറേഷൻ തന്നെ ഇപ്പോൾ 55 ഡിവിഷനിലും ഇതിനൊക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നഗരവും നാടും ശുചിയാകണമെങ്കിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ സഹകരണത്തിലൂടെ നടക്കുന്നു. നമ്മളെങ്ങനെയൊക്കെ ചെയ്താലും ജനങ്ങളുടെ ഒരു സഹകരണം ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുമൊക്കെയാണ് നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയും. എന്തായാലും നമ്മൾ ഒരു വലിയ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാടും നഗരവും ശുചിയാക്കിയെടുക്കുക എന്നുള്ളൊരു വലിയ പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുമായിട്ടുള്ള ഒരുപാട് വിജയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, മറ്റ് അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഇത് കളക്ട് ചെയ്യാൻ ഇപ്പോൾ തന്നെ കോർപ്പറേഷൻ ഞങ്ങൾ 100ഓളം ബോട്ടിൽ ബിന്നുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനിയും കുറേ കൂടെ സ്ഥാപിക്കാൻ പോവുകയാണ്. അതുപോലെ ഈ ഡ്യുവൽ ബിന്നുകൾ അങ്ങനെയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇവരെ ഈ മാലിന്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വേർതിരിച്ചിടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിക്കേണ്ടിയിരിക്കും. നിങ്ങൾക്കറിയാം ബോട്ടിൽ ബൂത്ത് നോക്കുമ്പോൾ ബോട്ടിൽ മാത്രമല്ല എല്ലാ സാധനവും അതിനകത്ത് വരുന്നത്. മറ്റേ ബൂത്തിനകത്ത് പിന്നെ നമ്മൾ മറ്റ് സാധനങ്ങൾ എടുക്കാൻ മതി, പക്ഷേ അതിനകത്ത് ജൈവമാലിന്യം കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു നല്ല ബോധവൽക്കരണത്തിലൂടെ ഞങ്ങളിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്. ഞങ്ങൾ ഫൈൻ പഠിക്കാനൊക്കെ വണ്ടി സംവിധാനവും ക്യാമറയൊക്കെ ഒരുപാട് അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ നഗരത്തെ ശുചിയാക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളുടെ കോർപ്പറേഷനെ സഹായിക്കാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും മുന്നോട്ട് വന്ന ആൾ ഇന്ത്യ നവോദയ അസോസിയേഷൻ്റെ ഭാരവാഹികളെയും ഇതിൽ ഏർപ്പെട്ട മുഴുവൻ പ്രവർത്തകരെയും കോർപ്പറേഷനുണ്ട് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇത് ഏറ്റുവാങ്ങിയാൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
അറിയിക്കുന്നു. എന്താണ് സാധനത്തിൻ്റെ ആവശ്യം എന്ന് അറിയിക്കാവുന്ന സാധനമാണ്. ഇത് ഞങ്ങൾ ഇവിടെ ഈ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാം, നമുക്ക് കടക്കാർക്കൊക്കെ കൊടുക്കാം.